നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട ഒന്നാമത്തെ പക്ഷിയുടെ സ്വഭാവമേതാ? കിബുറുത്താവൂ, മയിലിന്റെ അഹങ്കാരമാണ്, മയിലിന്റെ അഹങ്കാരമാ. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പക്ഷി ഏതാണ്? മറന്നു പോകല്ലേ. രണ്ടാമത്തെ പക്ഷി ഏതാണ്? രണ്ടാമത്തെ ജീവി ഏതാണ്? ഒന്നാമത്തെ ജീവി മയിലാണ്, പക്ഷി മയിലാണ്. ആ പക്ഷിയാണ് അഹങ്കാരത്തിന്റെ പ്രതീകമെങ്കിൽ സഹോദരങ്ങളെ, അഹങ്കാരം മാറ്റിക്കോ. രണ്ടാമത്തെ പക്ഷി ഏതാണ്? ദീക്കുന്നത് കോഴിയാണ്. എന്താണ് കോഴിയുടെ സ്വഭാവം? എന്താണ് കോഴിയുടെ സ്വഭാവം? കോഴിയുടെ സ്വഭാവം എന്താ? മുട്ടയിടുവോ? മനസ്സിലാവൂല. മനസ്സിലാവുന്ന ഒരു ക്ലൂ തരാം. നമ്മൾ ചിലരെ പറ്റി പറയും, ഓ ആളൊരു കോഴിയാ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അത് തന്നെ. രണ്ടാമത്തെ പക്ഷി കോഴിയാണ്. ആ കോഴിയുടെ സ്വഭാവം ഏതെന്നറിയോ? ജീവിതത്തിൽ നിന്ന് അറുത്തുമാറ്റേണ്ട സ്വഭാവമാണ് സഹോദരങ്ങളെ. കോഴിയുടെ വികാരമാ, കോഴിയുടെ വികാരമാ. അറുപ്പ് മുറിച്ച് കളയേണ്ട രണ്ടാമത്തെ വികാരമാണ് കോഴിയുടെ വികാരം. സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യന്റെ വികാരം എവിടെ എത്തിയെന്നറിയോ? ഇന്ന് വികാരമില്ലാത്തവർക്ക് വികാരം കൊടുക്കാൻ ഇന്ന് ടോണിക്കുകൾ ഉണ്ടെന്നാണ്. വികാരം വരാത്തവന് വികാരം വരാ. മരുന്നുകൾ ഇന്ന് സുലഭമാണ്. ആ വികാരം തീർക്കാൻ വേണ്ടിയിട്ട് എന്റെ സഹോദരങ്ങള് എത്രയോ എത്രയോ വേശ്യാലയങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. ആ വേശ്യാലയത്തിൽ പോകുമ്പോ അവിടെ നിന്ന് പിടിക്കുന്ന മാറാ രോഗങ്ങൾക്ക് മരുന്ന് കമ്പനികൾ ഇറക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. നടന്നു പോകുന്ന മനുഷ്യനെ പോലെ കടിക്കുന്ന നായ, ആ നായെ പേടിച്ചിട്ട് തെരുവനായ ഭയന്നിട്ട് പാവപ്പെട്ട മക്കൾ മദ്രസയിൽ പോകുന്നില്ല, അതുപോലെ സ്കൂളിൽ പോകുന്നില്ല. പാവപ്പെട്ട വൃദ്ധരായ സഹോദരങ്ങളെ കടിച്ചു കീറുന്നു നായ. ആ നായെ കൊന്നെടുക്കണമെന്ന് പറയുമ്പോൾ രാജ്യം ഭരിക്കുന്നവർ പറയുന്നു, വേണ്ട വേണ്ട, കൊല്ലണ്ട. എന്താ? നായയോടുള്ള സ്നേഹം കൊണ്ടല്ല, നായ അവരുടെ മക്കളായത് കൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടെന്നറിയോ? നമ്മളൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ്. എന്താ അവരങ്ങനെ വേണ്ടെന്ന് പറയാൻ കാരണം എന്തെന്നറിയോ? ഈ നായ വന്യകരണം ചെയ്താ മതി എന്ന് പറയുന്നത്. വന്യകരണത്തിന്റെ മരുന്ന് കമ്പനികളിൽ നിന്ന് കോടികൾ അവർ വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് വന്യകരണം നടത്തിയാ മതി. ഇനി അതല്ല, ഏതെങ്കിലും മനുഷ്യനെ കടിച്ചാലോ, ആ കടിക്കുമ്പോൾ വിഷമേൽക്കാതിരിക്കാൻ, വിഷബാധ ഏൽക്കാതിരിക്കാൻ അതിനും മരുന്നുണ്ട്. ആ മരുന്ന് കമ്പനിയിൽ നിന്ന് കോടിക്കണക്കിന് പോക്കറ്റിൽ വാങ്ങി അവർക്ക് ജീവിക്കണ്ടേ. അതുകൊണ്ടാണ് പട്ടിയെ കൊല്ലണ്ട എന്ന് പറയുന്നത്. വന്യകരണത്തിന്റെ മരുന്ന് കമ്പനിയിൽ നിന്ന് ശമ്പളം പറ്റുന്നു. അതുപോലെ തന്നെ വിഷബാധ ഏൽക്കാതിരിക്കാനുള്ള മരുന്ന് കമ്പനിയിൽ നിന്ന് കോടികൾ പോക്കറ്റ് മണിയായി വാങ്ങുന്നു. അങ്ങനെ രാജ്യത്തെ ആചാരം വാങ്ങിയിട്ട് തീരെഴുതി കൊടുത്ത് സഹോദരങ്ങളെ ഇല്ലാത്ത നിയമങ്ങളെ കൊണ്ടുവന്ന് പാവപ്പെട്ടവനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോ മനസ്സിലാക്കണേ, അല്ലാഹുവേ, വികാരമെന്ന് പറയുന്നത് നടന്നു പോകുന്ന 3 വയസ്സുകാരിയോട് പോലെ 66 വയസ്സുകാരൻ മൃഗീയമായി പീഡിപ്പിക്കുന്ന കാലമല്ലേ. ഇന്നൊരു പെണ്ണിനിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. ഇന്നൊരു പെണ്ണിന് സന്തോഷത്തോടെ സ്വസ്ഥമായിട്ട് ഒരു പേടിയുമില്ലാതെ നടന്നു പോകാൻ കഴിയൂല. പ്രിയപ്പെട്ടവരെ, പേടിയാണ്. സ്വന്തം മകളെ വാപ്പാന്റെ അടുത്ത് കിടത്താൻ കഴിയൂല. കാരണം എത്രയോ സ്ഥലത്താണ് സ്വന്തം മക്കളെ വാപ്പമാര് ബലാത്സംഗം ചെയ്തിരിക്കുന്നത്. സ്വന്തം ഉമ്മാന്റെ അടുത്ത് പൊന്നുമക്കളെ കിടത്താൻ കഴിയാത്ത കാലമാണ്. എന്തുകൊണ്ടെന്നറിയോ? എത്രയോ ഉമ്മമാരെയാണ് മക്കള് പീഡിപ്പിച്ചത്. അല്ലാഹുവേ, സത്യമാണ്, കള്ളം പറയുന്നതല്ല. വ്യക്തമായ തെളിവുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, വേറെ എങ്ങും പോണ്ട, കേരളത്തിലുണ്ട്. ആങ്ങളെയും പെങ്ങളെയും ഒരുമിച്ച് ഒരു വീട്ടിൽ കിടത്താൻ കഴിയൂല. എന്തുകൊണ്ടെന്നറിയുമോ? അവർ രണ്ടുപേരും ശാരീരികമായ ബന്ധപ്പെട്ട കാലമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വല്ലാതെ മനുഷ്യന്റെ വികാരം പൊട്ടി
വിടരുമ്പോ ശഹവത്തുദ്ദീക്ക് കോടിയുടെ വികാര അറുപ്പ് മുറിച്ച് കളയണമെന്ന് പഠിപ്പിക്കുമ്പോ എങ്ങനാ നമുക്ക് കഴിയാതിരിക്കാ? സഹോദരങ്ങളെ, ഒരു യുവാവിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാ. ആ യുവാവിന്റെ വൈകാരികമായ അനുഭവങ്ങളോടുള്ള വിയോജിപ്പ്, വികാരത്തിനോടുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് വല്ലാതെ വാഴ്ത്തപ്പെടേണ്ടതാണ്, പുകഴ്ത്തപ്പെടേണ്ടതാണ്. ആരാണ് യുവാവെന്നറിയോ? അദ്ദേഹത്തെ പോലെ സൗന്ദര്യം ലോകത്തൊരാൾക്കുമില്ല. എത്ര സുന്ദരനാണ്! 14 രാവിന്റെ പൗർണമിയെ പോലെ സൗന്ദര്യമാണ്. എന്തോരഴകാ, വല്ലാത്ത സൗന്ദര്യമാണ് ആ ചെറുപ്പക്കാരന്. ആ ചെറുപ്പക്കാരനോ നാട്ടിലെ അടിമയാണ്. ആ ചെറുപ്പക്കാരന്റെ മുതലാളി, ആ ചെറുപ്പക്കാരന്റെ യജമാനത്തി ആരുമില്ലാത്ത രാത്രിയിലൊന്ന് വിളിച്ചു. വീട്ടിനകത്ത് കയറ്റ കഥക കുട്ടിയിട്ടു. എന്നിട്ട് അകത്ത റൂമിൽ കയറി ആ കഥകം ബന്ധിച്ചു. എന്നിട്ട് അതിനകത്ത് കയറിയിട്ട് ആ കഥകം ബന്ധിച്ചു. അങ്ങനെ ഓരോ കഥകൾക്കകത്ത് കയറി, റൂമിനകത്ത് കയറി, എല്ലാ പൂട്ടി അരമനയിലെത്തുകയാണ്. ഒരീച്ച പോലെ കടന്നു വരില്ല. ആ യുവാവിന്റെ സുന്ദരമായ മുഖം കണ്ടപ്പോ യജമാനത്തിയായ മുതലാളിയായ പെണ്ണ് പറഞ്ഞതെന്നറിയോ? മാഹിസന ശറക, എന്തോര തലമുടിയാടാ നിനക്കുള്ളത്, എന്തോരഴകാ നിന്റെ തലമുടിക്ക്. ആ സമയത്ത് ആ ചെറുപ്പക്കാര പറഞ്ഞ വാക്കെന്തെന്നറിയോ? അതിന്റെ തലയിൽ നിന്ന് കൊഴിഞ്ഞു പോകാനുള്ളതാണ് പെണ്ണ്. രണ്ടാമതാ പെണ്ണ് പറഞ്ഞു, മാഹസന ഐനൈക, നിന്റെ കണ്ണ് വല്ലാത്ത കണ്ണാണടാ. ആ സമയത്ത് ആ പെണ്ണിനോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, അതിന്റെ കവിളത്തിനിളകി പോകാനുള്ളതാണ്. മൂന്നാമതാ പെണ്ണ് പറഞ്ഞു, മാഹസന വജ്ഹക, എന്തോരു മുഖക്കാന്തിയാ, എന്തോരു മുഖപ്പിന്റെ അഴകാ, എന്തോരു സൗന്ദര്യമാണടാ നിന്റെ കഴകന്ത് കാണാൻ, എന്ത് സൗന്ദര്യമാണ്. ആ സമയത്ത് ആ പെണ്ണിനോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ ഹുവലി തുറോ, അതും മണ്ണിനുള്ളതാണ്, അതിൽ ചിതലുകളൊക്കെ ഉള്ളതാണ്, പുഴുക്കളൊക്കെ ഉള്ളതാണ്. അവസാനം ആ പെണ്ണ് പറഞ്ഞതെന്തെന്നറിയോ? ഇന്ന ഫിറാശൽ ഹരീരി മബ്സൂത്ത്, എടോ ഇനി നിന്നോട് ക്രൂതരാൻ ഞാനില്ല. ഇതാ പട്ടുമത്ത വിരിച്ചിരിക്കുകയാണ്, ഒരീച്ച കടന്നു വരൂല. നീ നിന്റെ മുതലാളിയാണ് ഞാന്, എന്റെ അടിമയാണ് നീ. ആരും വരില്ലയടോ എന്റെ ശരീരത്തിന്റെ ദാഹം തീർക്കുമോ, എന്റെ ശരീരത്തിന്റെ പൈതാകം തീർക്കുമോ, എന്റെ ശരീരത്തിന്റെ വിശപ്പൊന്ന് മാറ്റുമോ? ആ ചെറുപ്പക്കാരന് ഏതവസരത്തിലും വ്യഭിചാരത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള പ്രായമാണ്. മാത്രമല്ല വിളിച്ചത് സാധാരണക്കാരിയല്ല, അവിടുത്തെ നാട്ടിന്റെ മുതലാളിയാണ്, യജമാനത്തിയാണ്, സൗന്ദര്യത്തിന്റെ മഹാറാണിയാണ്. ആ ചെറുപ്പക്കാരൻ അവിവാഹിതനാണ്, ആ ചെറുപ്പക്കാരൻ പ്രവാസിയാണ്. ആ ചെറുപ്പക്കാരനൊന്നും പേടിക്കേണ്ടതില്ല, ആരും വരില്ല. ഈ ചെറുപ്പക്കാരിയായ പെണ്ണവനെ മാടി വിളിച്ചപ്പോ ആ ചെറുപ്പക്കാര പറഞ്ഞിരുന്നറിയോ? എന്നെ കൊണ്ട് പറ്റൂല, അങ്ങനെ നിന്റെ ശരീരത്തിന്റെ ദാഹവും വിശപ്പും ഞാൻ മാറ്റിത്തന്നാൽ എന്റെ സ്വർഗത്തിന്റെ സ്ഥാനമല്ല എടുത്ത് കളയുമടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒരൊറ്റ ചാട്ടമാണ്. ആ പെണ്ണ് വിട്ടില്ല, വികാര ജീവിയല്ലേ. ആ പെണ്ണ് ഓടി ചെന്ന് ചെറുപ്പക്കാരന്റെ ജുബ്ബയിൽ പിടിച്ചു. ആ ജുബ്ബ കീറി പറഞ്ഞു പോയി. ആ ചെറുപ്പക്കാരെ പുറപ്പ് ചാടിയിട്ട് പറഞ്ഞു, അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. ഇങ്ങനെ കഴിയോ ചെറുപ്പക്കാരാ, ഇങ്ങനെ കഴിയോ ചെറുപ്പക്കാരാ? ഇന്നും ആ പെണ്ണിനത്തെ പോലെ പെണ്ണുങ്ങളില്, ഇന്നും ആ പെണ്ണുങ്ങളെ പോലെ വഴിതെറ്റിയ പെണ്ണുങ്ങളില്, ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ ഓടി നടക്കുന്ന പെണ്ണുങ്ങളില് എന്തേ ചെറുപ്പക്കാരാ നിനക്ക് മാറാൻ കഴിയുന്നില്ല? അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് പുറപ്പു ചാടിയ ചെറുപ്പക്കാരന്റെ കഥ ഏതെങ്കിലും സീരിയലിൽ വന്ന കഥയല്ല, കഥയില്ലൊരു ജീവിതത്തിൽ വന്ന കഥയല്ല, ഹിനാവ കണ്ണീരിലും വന്ന കഥയല്ല, ഇതേതെങ്കിലും വാറോലയിൽ വന്ന കഥയല്ല, ഇതേതെങ്കിലും സിനിമയുടെ തിരക്കഥയല്ല. ഇതേതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ
ഈ കഥ പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇതാണ് അഹ്സനുൽ ഖസസ്. അടിപൊളി ചരിത്രം ഇതാണ്, ഏറ്റവും നല്ല ചരിത്രം ഇതാണ്. അത് യാക്കൂബ് നബിയുടേതല്ല, അത് ലൂത്ത് നബിയുടേതല്ല, അത് ഇബ്രാഹിം നബിയുടേതല്ല, അത് ഈസ നബിയുടേതല്ല, അത് മൂസ നബിയുടേതല്ല. ഏറ്റവും നല്ല ചരിത്രം ഈ മനുഷ്യന്റെ ചരിത്രമാണ്. ആരാണ് മനുഷ്യനെന്നറിയോ? ആരാണ് ചെറുപ്പക്കാരനെന്നറിയോ? ഒരധ്യായം മുഴുവനും ആ ചെറുപ്പക്കാരന് വേണ്ടി അല്ലാഹു മാറ്റി വെച്ചു. ആ ചെറുപ്പക്കാരന്റെ പേര് തന്നെ അധ്യായത്തിന് കൊടുത്തു. ആരാണ്? മറ്റാരുമല്ല, സൗന്ദര്യത്തിന്റെ മകുടോദാഹരണമേ, നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നിങ്ങൾ ആലോചിക്കണം, അദ്ദേഹം ഒരു അവിവാഹിതനാണ്, ഒരാള് ചോദിക്കാനില്ല, അദ്ദേഹം പ്രവാസിയാണ്. അപ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ വെള്ളം അടിച്ചു പോകുന്നത്, അപ്പോഴാണല്ലോ കൂടുതൽ വിഭജിച്ചു പോകുന്നത്. ആരുമില്ല. എയർപോർട്ടിൽ ചെന്നിരുന്നാൽ ഒന്നിങ്ങനെ പരതി നോക്കും, ആരുമില്ല, രക്ഷപ്പെട്ടു. ഫ്ലൈറ്റ് കയറിയാൽ ഇങ്ങനെ ഒന്ന് പരതും, ആരുമില്ല. കമ്മിറ്റിക്കാരില്ല, വാപ്പയില്ല, കൊച്ചാപ്പയില്ല, കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പയില്ല, ആരുമില്ല, ആരുമില്ല. എല്ലാം കുറെ ഇംഗ്ലീഷ് പറയുന്നവരും തമിഴ് പറയുന്നവരും ഒക്കെയാ. സ്വസ്ഥതയായി. കുറെ കഴിയുമ്പോൾ ബെൽറ്റൊക്കെ ഇട്ട് സാധനം അങ്ങോട്ട് പൊങ്ങാനൊരുങ്ങുമ്പോ തുണി ഉടുത്തതും ഉടുക്കാത്തതുമായ പെണ്ണുങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് പറയും ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോഴെ തന്നെ അവിടെ അനൗൺസ് മുഴങ്ങും, ഇനി ബെൽറ്റ് കഴിച്ചോളി, അള്ളാന്റെ പരിധി വിട്ടു, ഇനി നിങ്ങൾക്ക് എന്തു ആവാം, കുഴപ്പമില്ല. അങ്ങനെ ബെൽറ്റ് കഴിച്ചിരിക്കുമ്പോഴാണ് ആ സാധനം മുമ്പിലോട്ട് കൊണ്ടുവരുന്നു. ഒന്നുകൂടെ നോക്കൂ, ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. 4 മണിക്കൂർ വേണം യാത്ര ചെയ്യാൻ ഫ്ലൈറ്റിൽ അവിടെ എത്താൻ. അല്പം വാങ്ങി അങ്ങോട്ട് കഴിച്ചിട്ട് ഒരൊറ്റ ഉറക്കമാണ്. അതോടുകൂടി അവന്റെ കുടിയുടെ ആരംഭമായി. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആരുമില്ലാത്തപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമ്മളെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് വികാര ജീവികളായ എത്രയോ മഹിളാരത്നങ്ങളുടെ കഥ പറയാനുണ്ട്. പെണ്ണുങ്ങളെ ഞാൻ ആക്ഷേപിക്കുകയല്ല. എത്രയോ മഹിളാരത്നങ്ങൾ തങ്ങളുടെ ശരീരത്ത് സാറാബിയുടെ ശരീരത്തിലോട്ട് കടന്നു പിടിക്കാൻ വന്നപ്പോൾ, രാജാവ് കടന്നു പിടിക്കാൻ വേണ്ടി വന്നപ്പോ പറഞ്ഞു, പടച്ചവനെ, ഞാൻ എന്റെ ശരീരം എന്റെ ഭർത്താവിനല്ലാതെ കൊടുത്തിട്ടില്ല. അത് നിന്റെ അടുക്കൽ പുണ്യകരമായ കാര്യമാണെങ്കിൽ ഈ ധിക്കാരിയായ ഭരണാധികാരിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സാറാബി ഒരൊറ്റ ദുആ അങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ. രാജാവിന് വിറയൽ വന്നങ്ങ് വീണു. രാജാവ് വീണ്ടും ചാടി എഴുന്നേറ്റു. രാജാവ് കിടന്നിട്ട് പറഞ്ഞു, സാറാ, ഇനി ഞാൻ നിന്നെ തൊടൂല. ഭാവനെ പിടിച്ചതുപോലെയല്ല, ഭാവന രക്ഷിക്കാൻ ലാലുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആരും വേണ്ട, അള്ളാഹു നേരിട്ട് രക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, ദുആ ചെയ്തു സാറ, അള്ളാഹുവേ, ഇയാൾ ഇനി എന്നെ ഒന്നും ചെയ്യൂല, നീ അദ്ദേഹത്തിന്റെ ആരോഗ്യം കൊണ്ട്. നേരെ എണീറ്റപ്പോഴും സാറാബിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ വല്ലാത്തൊരു വൈകാരികത. കൈ ഇങ്ങനെ നീട്ടി വീണ്ടും, റബ്ബേ, അള്ളാഹുവേ, നീ പണി കൊടുപടച്ചോനെ. ഒറ്റ പണി പെടഞ്ഞവിടെ വീണു. കിടന്നിട്ട് പറഞ്ഞു, എടി, ഇനി ഞാൻ നിന്നെ തൊടൂല. മൂന്നാമത് എഴുന്നേപ്പിച്ച് നിർത്തി. എന്നിട്ട് പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, എവളവിടെ ഇറക്കിക്കൊണ്ടുപോ, എവളും മനുഷ്യരല്ല, എന്തോ ജിന്നോ വല്ലതുമാണ്, ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പൊക്കോളാൻ പറഞ്ഞു. സാറാബി പറഞ്ഞു, അങ്ങനെ പോണില്ല, നീ പിടിക്കാനുള്ള പിടിച്ചിട്ടേ ഞാൻ പോണുള്ളൂ, നീ പിടിച്ചോ, നിന്റെ ആഗ്രഹമില്ല, നീ പിടിച്ചോ. രാജാവ് പറഞ്ഞു, വേണ്ട, പിടിച്ചു മാറ്റാൻ പറഞ്ഞു. ഞാൻ പോവൂല, നിന്റെ ആഗ്രഹം നടക്കട്ടെ. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ചിന്തിക്കുക, സഹോദരങ്ങളെ ചിന്തിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് പോയാ മതി എന്ന് രാജാവ് പറഞ്ഞു. ഒരു സമ്മാനം തന്നാലെങ്കിലും പോവോ? എന്ത് സമ്മാനം? ഒരു പെണ്ണിനെ കൂടെ അങ്ങ് തന്നേക്കാം. അങ്ങനെ ഒരു കറുത്ത പെണ്ണിനെ കൂടെ കൊടുത്തു. ആ പെണ്ണിനെയും കൊണ്ട് സാറാ ബിബി ഇബ്രാഹിം നബിയുമായിട്ട് യാത്ര തുടർന്നു. ആ കറുത്ത പെണ്ണാരാ? ആ പെണ്ണാണ് ബീവി ഹാജിറ റളിയല്ലാഹു അൻഹ. ഇവിടെ മനസ്സിലാക്കാനുള്ളത്, തന്റെ ശരീരം തന്റെ ഭർത്താവിന് മാത്രം കൊടുത്തപ്പോൾ ഒരാപത്ത് ഘട്ടത്തിൽ എന്തുണ്ടായി? നിങ്ങൾ ചിന്തിക്ക് സഹോദരങ്ങളെ, ഉറങ്ങരുതിരുന്നു. തന്റെ ശരീരം വേറെ ആർക്കും കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മറ്റൊരുത്തനെ കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോ ദുആ ചെയ്തു, നിങ്ങളുടെ ശരീരം വേറെ ആരും തൊട്ടിട്ടില്ല, കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു ആപത്ത് നിങ്ങൾക്ക് വരുമെന്ന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുആ ചെയ്യാം. എന്നിട്ട് പറയാം, അല്ലാഹുവേ, എന്റെ ശരീരം പല ഘട്ടങ്ങളിലും ഞാൻ തെറ്റിലേക്ക് പോകുന്ന സാഹചര്യത്തിലും ഞാൻ എന്റെ ശരീരം ഞാൻ മറ്റാർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. ഇതൊന്നും ഒരു സാധനമൊന്നും അല്ല. എന്ത് ശരീരം? ഇതൊക്കെ മണ്ണല്ലേ?
മരിച്ച നാറുന്ന സാധനമല്ലേ? എന്താഗ്രഹം മനുഷ്യന്, അതാണ് എല്ലാം, അതിനോടാ താല്പര്യം. ഏറ്റവും നല്ല നിങ്ങൾ ചിന്തിക്കുന്നു, ഇന്ന് മനുഷ്യൻ എന്തിനാ തല്ലിവിടുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞില്ല, കാബീൽ ഹാബീലിനെ കൊന്ന എന്തിനാണ്? ഒരു പെണ്ണിന്. ഞാനത് പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. ഉലമാക്കൾ പഠിപ്പിക്കുന്നു, വെറും വൃത്തികെട്ട ഒരു അവയവത്തിനു വേണ്ടിയിട്ട് മനുഷ്യനെന്ന് ചാവുകയാണ്, മരിക്കുകയാണ്. ഒരു വൃത്തികെട്ട അവയവത്തിന്, അവന്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ, അവൻ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല പാനീയം ഏതാണ്? പറയും. ഏറ്റവും നല്ല പാനീയം അള്ളാഹു ഇറക്കിയതിന് ഏറ്റവും നല്ല പാനീയം ഏതാണ്? സവനപ്പ. ഏറ്റവും നല്ല പാനീയം ഏതാണ്? ഖുർആൻ പറഞ്ഞല്ലോ. ഏതാണ്? തേൻ. ആ തേൻ എവിടെന്നാ വരുന്നേ? തേനീച്ചയുടെ വിസർജ്യമല്ലേ പ്രിയപ്പെട്ടവരെ? ഏറ്റവും നല്ല മണമുള്ള കസ്തൂരി, അത് കസ്തൂരി മാനിന്റെ പൊക്കിൽ കൊടിയിൽ നിന്ന് വിടുന്നതല്ലേ? ഏറ്റവും നല്ല വസ്ത്രമായ പട്ട്, അത് പട്ടുനൂൽ പുഴുവിന്റെ വിസർജ്യമാണ്. ഇതാണ് ദുനിയാവ്. അള്ളാഹു വിലക്കിയ കനി തിന്ന് വയറിനങ്ങോട്ട് എരച്ചിൽ വന്നപ്പോ, വയറിന് വല്ലാത്ത അസ്വസ്ഥത വന്നപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വയറിനൊക്കെ ഒരു അസ്വസ്ഥത. കാരണം അവിടെ ഈ ബാത്റൂമിൽ പോക്കൊന്നും ഇല്ലല്ലോ. അവിടെ പിന്നെ കക്കൂസി പോക്കും, മൂത്രൊഴുപ്പും, ബാത്റൂമിൽ പോക്കും, ടോയ്ലറ്റിൽ പോക്കും, മൂക്ക് ചീറ്റലും തുപ്പലൊന്നും സ്വർഗത്തിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഏമ്പക്ക മാത്രമേ ഉള്ളൂ. ഏമ്പക്കത്തിലൂടെയാണ് എല്ലാ വിസർജനം. ആ ഏമ്പക്കത്തിന് കസ്തൂരിയുടെ വാസന ഉണ്ടെന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമില്ല. വിലക്കപ്പെട്ട കനി നിന്നപ്പോ വയറിനകത്തൊരു വെപ്രാളം തുടങ്ങി. ആദം നബിയോട് അള്ള പറഞ്ഞു, ഇവിടെ കക്കൂസൊന്നുമില്ല, വേണമെങ്കിൽ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആദം നബി കക്കൂസി പോകാൻ വേണ്ടി വന്നതാണ് ദുനിയാവ്. ഇത്രേ ഉള്ളൂ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വികാരത്തോട് വിട പറഞ്ഞുകൊണ്ട് പടച്ചതമ്പുരാൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ പറയുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് കഥകൾ അതിനകത്തടങ്ങിയിട്ടുണ്ട്. പറയാൻ നമുക്ക് സമയമില്ല. എത്രയോ മഹാരഥന്മാരാ. നിങ്ങൾക്കറിയുമോ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥമറിയുമോ? ഹാത്തമുൽ അസ്സം എന്ന് പറഞ്ഞ ചെകിട് പൊട്ടനായ ഹാത്തം എന്നാണ്. അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, ഹാത്തമുൽ അഅ്മാ, കണ്ണ് കണ്ടുകൂടാത്ത അമ്പനായ ഹാത്തം എന്നാണ്. എന്താ പേര് കിട്ടാൻ കാരണമെന്നറിയുമോ? ഹാത്തം ഒരിക്കലും അമ്പനല്ല, ബധിരനല്ല, മൂകനല്ല. മിണ്ടാൻ കഴിയും, കാണാൻ കഴിയും, കേൾക്കാൻ കഴിയുന്ന നല്ല ആരോഗ്യ പിടകാപ്രനായ മനുഷ്യനാണ് ഈ ഹാത്തമുൽ അസ്സമിന് പേര് വരാനുള്ള കാരണം എന്തെന്നറിയോ? ഒരു ദിവസം നടന്നു വരുമ്പോൾ പാടയോരത്ത് കുറെ പെണ്ണുങ്ങൾ നിൽക്കുകയാണ്. ആ പെണ്ണുങ്ങളെ കണ്ടപ്പോ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, റബ്ബേ, പെണ്ണുങ്ങളെ കാണേണ്ടി വരുമല്ലോ. ആ സമയത്ത് ഹാത്തം എന്ത് ചെയ്തെന്നറിയോ? കണ്ണ് കൂടാത്തവരെ പോലെ അഭിനയിക്കുകയാണ്. കണ്ണിറുക്കി അടച്ചുകൊണ്ട് കാലിങ്ങനെ തപ്പിത്തടഞ്ഞ് കാലിങ്ങനെ വേച്ച് നടക്കാനൊരുങ്ങി. ആളുകളെ ചെറുപ്പക്കാരത് കണ്ടുമുട്ടി. ആ ചെറുപ്പക്കാര് ഓടി വന്ന് ഹാത്തമുൽ അസ്സമിന്റെ കൈ പിടിച്ചിട്ട് റോഡ് മുറിച്ച് കടത്തി. എന്നിട്ട് അവരവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ, ഞങ്ങളെ ആരെയും ഇയാളെ പോലെ അന്ധനാക്കല്ലേ അല്ലാ. ആരുടെ മുമ്പിലാണ് ആരക്കുന്നത്? ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു അന്ധനല്ല. പക്ഷെ വഴിവക്കില് പെണ്ണുങ്ങൾ നിന്നപ്പോ ആ പെണ്ണുങ്ങളെ കാണാതിരിക്കാൻ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു അന്ധനെ പോലെ നടന്നതാണ്. ചെറുപ്പക്കാര് കൈപിടിച്ചിട്ട് റോഡ് മുറിച്ചപ്പുറത്ത് കടത്തി. എന്നിട്ട് അവരൊരു ആരന്നപ്പോൾ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു ഊറിച്ചിരിച്ചു. ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന ഉസ്താദിന്റെ അടുത്ത് 30 കൊല്ലം പഠിച്ച മഹാനാണ്. ഒരു ദിവസം പഠനത്തിന്റെ അവസാന നിമിഷത്തില് തന്റെ ശിഷ്യനെ കൂടെ മഹാനായ ഹാത്തമുൽ അസ്സം ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോകുമ്പോ സഹോദരങ്ങളെ, എല്ലാം കഴിഞ്ഞു, പഠനം കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യൻ പറയുകയാണ്, ഉസ്താദേ, എല്ലാം റാഹത്താണ്, പക്ഷേ നിങ്ങളുടെ ഉസ്താദ് ശഖീഖുൽ ബൽഖിയുടെ വീട്ടില് അവിടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കൊണ്ടുവച്ചത് പെണ്ണുങ്ങളാണ് കൈ കഴുകാൻ. അതപ്പുറ ശരിയായ നടപടിയല്ല. ഇത് പറഞ്ഞപ്പോൾ ഹാത്തമുൽ അസ്സം പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പൊന്നുമോനെ,
30 കൊല്ലം കൊണ്ട് ഞാൻ അവിടെ പഠിക്കാൻ പോവുകയാണ്. ഈ സെക്കൻഡ് വരെയും ഞാൻ ആരാണ് ഭക്ഷണം കൊണ്ട് വെച്ചതെന്ന് കണ്ടിട്ടില്ല, ആരാണ് വെള്ളം കൊണ്ട് വെച്ചതെന്ന് കണ്ടിട്ടില്ല, ആരാണ് കൈ കഴുകാൻ വെള്ളം വെച്ചതെന്ന് കണ്ടിട്ടില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് നീ അത് കണ്ടുപിടിച്ചല്ലോ. നിന്റെ കണ്ണുകൊണ്ട് നീ അല്ലാഹുവിനെ ധിക്കാരം പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇതാണ് ഹാത്തമുള്ള സഹോദരങ്ങളെ, 30 വർഷം ഉസ്താദിന്റെ ചാരത്ത് പഠിക്കാൻ പോയിട്ട് ആരാണ് ഭക്ഷണം വിളമ്പുന്നതെന്ന് കണ്ടിട്ടില്ല. അത്രയും വലിയ തികഞ്ഞ ഈമാനികമായ ആവേശമുണ്ടായിരുന്നെങ്കിൽ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണേ. വായി നോക്കി വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്ന ഈ എരപ്പാളികളല്ല നമ്മള് ഓരോരുത്തരും മാതൃകയാക്കേണ്ടത്. പിന്നെയോ നമ്മൾ മാതൃകയാക്കേണ്ടത് ഇതുപോലുള്ള മഹാരഥന്മാരെയാണ്. സഹോദരങ്ങളെ, ഇന്ന് വികാരമുണ്ടാകാം. മരുന്ന് കമ്പനികൾ മരുന്നിറക്കുമ്പോ അതിന്റെ പരസ്യം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വികാരം വരണോ, മരുന്ന് തരാമെന്ന് പത്രപരസ്യം നടത്തുമ്പോ ഫോൺ കോൾ വിളിച്ചിട്ട് പറയുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദുർവികാരങ്ങൾ വരാതിരിക്കാനുള്ള ഒരു മരുന്ന് ഞാൻ നിങ്ങൾക്ക് തരാ. 1000 വട്ടം എന്നോട് അതിലൊരു വട്ടം നിങ്ങളോട് പറയുകയാണ്. സഹോദരങ്ങളെ, ദുർവികാരങ്ങൾ വരാതിരിക്കാൻ ഭാര്യയുടെ അടുത്ത് പോകുന്ന കാര്യമല്ല, നമുക്ക് വികാരം വരാതിരിക്കാ മറ്റുള്ള ദിശീലങ്ങളിലേക്ക് കാല് വെക്കാതിരിക്കാൻ ഒരൊറ്റ ദുആ ഞാൻ പറഞ്ഞു തരാ. സഹോദരങ്ങള് ചിന്തിക്കണേ. മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു ഹിജ്റ 201 ജീവിച്ചിരുന്ന മഹാനാണ്. മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ദുർവികാരങ്ങളില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദുർവികാരങ്ങൾ വന്നിട്ടില്ല. മഹാനവറുകള് ആ മഹാനവറുകളോട് ശിഷ്യന്മാര് ചോദിച്ചു, എന്തേ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി നിങ്ങൾക്ക് വികാരമില്ലാത്തത്? ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി എന്തെന്നറിയോ? അദ്ദേഹത്തിന്റെ മറുപടി, എന്റെ അമ്മാവനെ മുഹമ്മദ് ഇബ്നു സിവാറിന്റെ വീട്ടിൽ ഞാൻ ചെറിയ പ്രായത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു രാത്രി അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാൻ എഴുന്നേറ്റ് നോക്കുമ്പോ അദ്ദേഹം നിസ്കരിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഏ സഹിലേ, നീ അല്ലാഹനെ സ്മരിക്കണേ. ഞാൻ പറഞ്ഞു, അമ്മാവാ എനിക്കറിയില്ല എങ്ങനെയെന്ന്. ആ സമയത്ത് എന്റെ അമ്മാവൻ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചിരുന്നു. ആ ദിക്ർ ഞാൻ ആവർത്തിക്കുകയാണ്, ആ ദിക്ർ ഞാൻ പഠിക്കുകയാണ്, ആ ദിക്ർ ഞാൻ അന്ന് മുതൽ ആവർത്തിക്കാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് ദുർവികാരങ്ങളില്ല. സഹോദരങ്ങളെ, 11 പ്രാവശ്യം കിടക്കുമ്പോൾ പറയാൻ നിങ്ങൾക്ക് കഴിയോ? എളുപ്പമുള്ള ഒരു ദിക്റാണ്. അല്ലാഹു സത്യം, നമുക്ക് ദുർവികാരങ്ങൾ വരില്ല. എന്താണ് മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു അമ്മാവനെ മുഹമ്മദ് ഇബ്നു സിവാർ പഠിപ്പിച്ചു കൊടുത്ത ആ ദിക്ർ പഠിപ്പിച്ചു കൊടുത്തു തന്റെ ശിഷ്യഗണങ്ങൾക്ക്. കിടക്കാൻ നേരത്തൊന്ന് 11 വട്ടം പറയുമോ? എന്താണെന്നറിയോ? അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു നാലിരി, അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഷാഹിദി, അവൻ എന്റെ സമീപസ്ഥനാണ്. അല്ലാഹു മഈ, അവൻ എന്നോടൊപ്പമുണ്ട്. ഈ ദുആ ഞാൻ പതിവാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ ദുർവികാരങ്ങൾ വന്നിട്ടില്ല. ഇന്ന് മുതൽ ചൊല്ലിക്കോളി. നമ്മൾ വയല് വെച്ച് ആള് കൂടി ആള് കുറഞ്ഞു, അല്ലെങ്കിൽ പൈസ പിരിഞ്ഞു പൈസ പിരിഞ്ഞില്ല, വയല് കൊള്ളാം കൊള്ളൂല, ഇതൊക്കെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ എന്ത് നല്ല അഭിപ്രായം പറഞ്ഞാലും എനിക്ക് യാതൊരു ചാട്ടവുമില്ല. നിങ്ങൾ അഭിപ്രായം കേടു പറഞ്ഞാൽ എനിക്കതിൽ വാട്ടവുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അതിനു മുമ്പ് പറയിപ്പിച്ച സംഘാടകർ നന്നാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ 11 വട്ടം ചൊല്ലിക്കോളി. അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ദുർവികാരങ്ങൾ ഉണ്ടാവൂല. അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. അതുകൊണ്ട് രണ്ടാമത്തെ പക്ഷി കോഴി, അതിന്റെ വികാരം നമ്മൾ മാറ്റിവെക്കുക. ഇനി 2 പക്ഷിയുടെ കാര്യം പറയാണ്ട് 15 മിനിറ്റ് കൊണ്ട് ഞാൻ ചുരുക്കി പറയാം. മൂന്നാമത്തെ പക്ഷി ഏതാണ്? മൂന്നാമത്തെ പക്ഷി ഏതാണ് സഹോദരങ്ങളെ? മൂന്നാമത്തെ പക്ഷി ഖുറാബ്, കാക്കയാണ്. കാക്കയുടെ സ്വഭാവം എന്താ? വീട്ടുമുറ്റത്ത് വന്ന് കാക്ക ഇരുന്നാൽ ആ കാക്കയ്ക്ക് നമ്മൾ അല്പം അരി നുള്ളിയിട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ ഗോതമ്പെടുത്ത് കുറച്ചിട്ട് കൊടുത്താൽ ആ കാക്ക തിന്നുകൊണ്ട് വീണ്ടും വിളിക്കും.
വീണ്ടും വിളിക്കും. അല്പം കൂടെ ഇട്ട് കൊടുത്താലും വിളിക്കും. ആ അരി കലം മുഴുവനും തട്ടിക്കൊടുത്താലും വിളിക്കും. കല്ലെടുത്ത് അവസാനം എറിഞ്ഞാൽ അത് അപ്പുറത്തെ വീട്ടിന്റെ മുമ്പ് പോയിരുന്ന് വീണ്ടും വിളിക്കും. എന്താ കാക്കയുടെ സ്വഭാവം? പറയ്. കാക്കയുടെ സ്വഭാവം എന്താണ്? ഹിർസുൽ ഖുറാബ്, കാക്കയുടെ അത്യാഗ്രഹമാണ്. കാക്കയുടെ അത്യാഗ്രഹമാണ്. സഹോദരങ്ങളെ ചിന്തിക്കണേ, കാക്കയുടെ അത്യാഗ്രഹമാണ്. മൂന്നാമത്തെ പക്ഷി, അതിന്റെ സ്വഭാവം അത്യാഗ്രഹമാണ്. അത് ജീവിതത്തിൽ നിന്ന് അറുത്തുമാറ്റേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് മനുഷ്യന്റെ സ്വഭാവം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർണത്തിനാലുള്ള ഒരു ചരിവന് കിട്ടിയാൽ രണ്ടാമത്തതിന് അവന് കൊതിക്കുന്നതാണ്. രണ്ട് കിട്ടിയാൽ മൂന്നിനെ കൊതിക്കുന്നതാണ്. ഒരു വണ്ടി എടുത്താൽ രണ്ടാമത്തെ വണ്ടി കൊതിക്കും. ഒരു വീട് വെച്ചാൽ മറ്റൊരു വീട് കൂടി കൊതിക്കും. അങ്ങനെ മനുഷ്യന്റെ അത്യാഗ്രഹം തീരൂല. അവസാന റസൂലുള്ള പറയുകയാണ്, അവന്റെ പള്ള നിറയ്ക്കാൻ മണ്ണിനെ കഴിയോ? അവന്റെ പള്ള നിറയ്ക്കാൻ മണ്ണിനെ കഴിയോ എന്ന് പറഞ്ഞാലും മണ്ണിൽ കൊണ്ടുവെക്കുന്നത് വരെ, അവനെ കബറിലേക്ക് കൊണ്ടുവെക്കുന്നത് വരെ അവൻ അത്യാഗ്രഹം വരുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ പറഞ്ഞല്ലോ. ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും വാർദ്ധക്യത്തിലെത്തും. കാല് വയസ്സാവൂലേ? ആവൂലേ? കാല് വയസ്സാവും. ഇപ്പൊ നമ്മൾ കാല് പൊക്കടാന്ന് പറഞ്ഞാൽ കാല് പൊക്കും, താക്കടാന്ന് പറഞ്ഞാൽ കാല് താക്കും, ഇങ്ങോട്ട് ആക്കടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. പക്ഷെ പ്രായമായി കഴിഞ്ഞാൽ കാല് പൊക്കടി എന്ന് പറയേണ്ടി വരും. കാരണം എന്താ? ഭാര്യ പിടിച്ചിട്ട് പൊക്കണം, അല്ലാതെ പൊങ്ങൂല. അല്ലാതെ പൊങ്ങൂല. കൈ വാർദ്ധക്യത്തിലെത്തൂലേ? കൈ, മക്കളെ ഒന്ന് കൈ എടുത്ത് അങ്ങോട്ട് വെച്ച് ഇങ്ങനെ അവസാനം പൊക്കിയെടുത്ത് വെക്കേണ്ടി വരും. തല അനങ്ങൂല. കണ്ണ് വാർദ്ധക്യത്തിലെത്തും, കാഴ്ച നഷ്ടപ്പെടും. കാത് വാർദ്ധക്യത്തിലെത്തും. എന്തിനേറെ അവന്റെ തൊലി പോലും വാർദ്ധക്യത്തിലെത്തും. വട്ടി വരണ്ട വയലേലകൾ പോലെ വിണ്ടു കീറും. അള്ളാന്റെ റസൂല് പറഞ്ഞു, എല്ലാം വാർദ്ധക്യത്തിലെത്തുമെങ്കിലും മനുഷ്യൻ എപ്പോഴും നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പായി ഇരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അൽ ഹിർസു വൽ അമലു. ഏതൊക്കെയാ? ഒന്ന്, ഇനിയും കുറെ നാളുടെ ജീവിക്കണമെന്ന മോഹവും കുറെ കൂടെ ഉണ്ടാക്കിയ കൊള്ളാന്നുള്ള അത്യാഗ്രഹവും. മരിക്കാൻ കിടന്നാലും ഇത് രണ്ടും മാറൂല. എന്താ നിങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം? ഒരു 10 കൊല്ലം കൂടെ ജീവിച്ചാൽ കൊള്ളാം. ആരാ പറയുന്നത്? 90 വയസ്സെത്തിയ ആളാ പറയുന്ന ഒരു 10 കൊല്ലം കൂടെ ജീവിച്ചാൽ കൊള്ളാം. ഈ ബാക്കി 20 കൊല്ലം അള്ളാഹ് ഔദാര്യമായിട്ട് തന്നതാണ്. 60-70 ഇടയിൽ മരിക്കേണ്ട നീ, അതല്ലേ റസൂല് പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-70 ഇടയിലാണ്. അതിനു മുമ്പ് മരിക്കുന്നവർ പെട്ടെന്ന് മരണപ്പെട്ടു, അതിനുശേഷം മരിക്കുന്നവർക്ക് എന്തോ ഭാഗ്യം കിട്ടി, എത്ര തന്നെ. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് ചിന്തിച്ചോളീൻ, അത്യാഗ്രഹം ഒരിക്കലും മനുഷ്യനെ കൊണ്ട് മാറൂല, മാറ്റാൻ പറ്റൂല. അത്രത്തോളം അത്യാഗ്രഹികളായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കിട്ടിയാലും അവൻ ആർത്തി തീരൂല, വീണ്ടും വീണ്ടും കിട്ടണമെന്ന ആഗ്രഹം. ഇതല്ലേ അള്ളാഹുവിന്റെ റസൂൽ ഗനീമത്ത് സ്വത്ത് വീരിച്ചു കൊടുക്കുന്ന ഒരു സമയത്ത് യുദ്ധത്തിൽ നിന്ന് കിട്ടിയ സമരാധിത സ്വത്ത് വീരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ കുറെ ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂല് കൊടുത്തില്ല, കുറച്ച് ആളുകൾക്ക് നബി തങ്ങൾ കൊടുത്തു. ആ സമയത്ത് കിട്ടാത്തവരുടെ മനസ്സിൽ വല്ലാത്ത വേദന വന്നു. സഹോദരങ്ങളെ, അത് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് പെട്ടെന്ന് മിമ്പറിൽ കയറിയിട്ട് പ്രസംഗിക്കുകയാണ്. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, സഹാബത്തെ, ആഖിലു അഖ്വാമൻ ഫീ ഖുലൂബിഹിമുൽ ഗിനാ വൽ ഖൈർ ഓതി അഖ്വാമൻ ഫീ ഖുലൂബിഹിമുൽ ജസാ വൽ ഹലാ. ഞാൻ കുറെ ആളുകൾക്ക് വീതിച്ചു കൊടുത്തു സ്വത്ത്. അതാർക്കും അറിയോ? അവരുടെ മനസ്സിനകത്ത് അത്യാഗ്രഹം ഉണ്ടായിരുന്നു. കിട്ടിയില്ലല്ലോ. കുറച്ചു പേർക്ക് ഞാൻ കൊടുത്തിട്ടില്ല. അവരാരെന്നറിയോ? അവരുടെ മനസ്സ് സമ്പന്നമാണ്. അവർക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ആഗ്രഹമുള്ളവരാ. അതുകൊണ്ട് കിട്ടാത്തവരെ നിങ്ങൾ സങ്കടപ്പെടണ്ട. നിങ്ങളുടെ മനസ്സിൽ സമ്പന്നതയാണ്, ധന്യതയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഈ ഒരൊറ്റ വാക്ക് കേട്ടിട്ട് സഹാബത്ത് എഴുന്നേറ്റ് ഒരേ സ്വരത്തിൽ പറഞ്ഞു, നബിയെ, ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ ഞങ്ങൾക്ക് നല്ലത് നിങ്ങളെ ഈ വാക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്യാഗ്രഹമില്ലെന്ന് പറഞ്ഞല്ലോ, സന്തോഷമായി. നമ്മളോ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക്, ഇന്നും അതിര് തർക്കത്തിന്റെ പേരില് കൊല്ലാക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, അല്ലേ? ഒരു ശകലം നമുക്ക് കിട്ടിയിട്ട് എന്തു ചെയ്യാനാണ്? ഒരു കല്ലെടുത്ത് പാതിരാത്രി ആരും കാണാതെ വിശ്വാസികൾ തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോ അവനും പെട്ടാട്ടിയും കൊണ്ട് എഴുന്നേറ്റിട്ട് കുറ്റി അങ്ങോട്ട് മാറ്റിയിടും, കല്ല് മാറ്റിയിടും.
രാത്രി കല്ല് മാറ്റി 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 അപ്പൊ അറിയില്ലല്ലോ, അല്പാൽപ്പം മാറ്റിയാൽ അവസാനം അപ്പുറത്തവന്റെ വീട്ടിൽ മകളെ കെട്ടിക്കാനുള്ള പ്രായമായി കെട്ടിക്കുന്ന സമയത്ത് വസ്തു അളക്കും. എന്തിനാണ്? അവക്ക് എഴുതി കൊടുക്കാൻ. അങ്ങനെ വരുമ്പോ അവരുടെ 3 സെന്റ് കാണാനില്ല, അവരുടെ 3 സെന്റ് കാണാനില്ല. അങ്ങനെ വരുമ്പോൾ പ്രശ്നമായി. അപ്പോഴ് കാക്ക ആരും അറിഞ്ഞില്ലെന്നാണ് അവന്റെ വിചാരം. പക്ഷെ അള്ളാഹു അറിയുന്നുണ്ടല്ലോ. അവൻ ഇങ്ങനെ കൊടവേറൊക്കെ തടകിയിട്ട് പറയും, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ, നിങ്ങൾ നമ്മളെ തന്നെ പറയും, നമുക്ക് നല്ലതുപോലെ അറിയാം, തർക്കം വേണ്ട, 3 സെന്റിന്റെ കുറവല്ലേ, പകുതി ഞാൻ സഹിച്ചോളാം, പകുതി നീ സഹിച്ചോ എന്ന് പറയും. അപ്പൊ എങ്ങനെ നോക്കിയാലും 1.5 സെന്റ് ലാഭം അവനെ തന്നെ, 1.5 സെന്റ് ലാഭം അവനെ തന്നെ. ഇത് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? എന്തിനാണിത്? അലക്സാണ്ടർ ചക്രവർത്തി വെട്ടിപ്പിടിച്ച് രോഗം മുഴുവനും വെട്ടിപ്പിടിച്ച് അവസാനം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മാതാവ്, ആ മാതാവിന്റെ വീട്ടിൽ നിന്ന് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വരാൻ 8 മണിക്കൂർ യാത്ര ചെയ്യണം. 8 മണിക്കൂർ യാത്ര ചെയ്യണം. മോനെ, നിന്നെ ഒന്ന് കണ്ടോളാൻ വയ്യടാ ഉമ്മക്ക്. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, ഒരു രാജ്യം കൂടെ കൊണ്ടത് കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം. അങ്ങനെ വെട്ടിപ്പിടിച്ച് അവസാനം ഇന്ത്യയിൽ വന്ന് മടങ്ങിപ്പോകുമ്പോൾ മാരകമായ രോഗം പിടിപെട്ടും മരണക്കിടക്കയിലാണ്. അലക്സാണ്ടർ ചക്രവർത്തിയോട് ഡോക്ടർമാര് വന്നിട്ട് പറഞ്ഞു, രാജാവേ, 6 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ തട്ടിപ്പോകും. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, വേറെ ഒരു വഴിയില്ലേ? ഒരു വഴിയില്ല. എനിക്കെന്നാൽ ഒരു 2 മണിക്കൂർ കൂടി നിങ്ങളുടെ ഔദാര്യമായി തരണം. 8 മണിക്കൂർ എനിക്ക് വേണം. എന്താ? എന്റെ ഉമ്മ എന്നെ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്, അവരൊന്ന് വന്നോട്ടെ, ഒന്ന് കണ്ടോട്ടെ. ആ സമയത്ത് ഡോക്ടർമാര് പറഞ്ഞു, കഴിയില്ല, 6 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, നിങ്ങൾ എന്റെ 2 കൈയും പുറത്തോട്ടിട്ട് വേണം കൊണ്ടുപോകാൻ. ഞാൻ മരിക്കുമ്പോ എന്റെ 2 കൈയും പൊതിയാതെ പുറത്തേക്കിടണം, ആളുകൾ അത് കാണണം. എന്തിനാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ആളുകൾ കണ്ടിട്ട് മനസ്സിലാക്കണം ഞാൻ ഒന്നും കൊണ്ടുപോയിട്ടില്ല. നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്നോ? ഇല്ല. എന്തെങ്കിലും നേടിയോ? കുറച്ചൊക്കെ നേടി. എന്തെങ്കിലും കൊണ്ടുപോകുമോ? ഒന്നും കൊണ്ടുപോകൂല. അപ്പൊ ഈ നേടിയത് നമ്മൾ സുഖിച്ചു, സന്തോഷിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, ഉണ്ടാക്കുന്നൊക്കെ തിന്നണം. അല്ലാതെ പല്ല് തേപ്പില്ല. ഉസ്താദെ, പല്ല് തേച്ചിട്ട് 3 ആഴ്ച കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചില്ല, ബാത്റൂമിൽ പോയില്ല, കുളിച്ചില്ല, നനച്ചില്ല, ഒന്നും ചെയ്തില്ല. എന്താ? അവിടെ തിരക്കല്ലേ, അവിടെ പോകുമ്പോ അവിടെ നിന്ന് വിളിയത്, അങ്ങനെ പോകും. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം കൂടെ ഉണ്ടാക്കി കെട്ടിപ്പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവസാനം ഇത് തിന്നാൻ വേണ്ടി ഇരിക്കുമ്പോ ഭാര്യ അപ്പം ചുട്ടോണ്ട് വരുമ്പോൾ പറയും, എനിക്ക് തിന്നൂടാ, ഉപ്പ് കൂട്ടിക്കൂടാ, മധുരം കൂട്ടിക്കൂടാ, പുളി കൂട്ടിക്കൂടാ, ഒന്നും കൂട്ടിക്കൂടാ. അവസാനം ചപ്പാത്തി പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാക്കിയതൊന്നും തിന്നാനും സുഖിക്കാനുള്ള യോഗം നിനക്കില്ല. ഇതല്ലേ രാജാവിന്റെ മുമ്പിൽ വന്നിട്ട് നിലവിളിച്ചിട്ട് പറയുകയാണ്, ഒന്നുമില്ല രാജാ, ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, പാപമായി പോയി ഞാൻ എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? ആ സമയത്ത് രാജാവിനോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും തരുമോ? ശരി, നിനക്ക് ഞാൻ കുറച്ച് പുരയിടം തരാ, സന്തോഷമായി. എത്രയാണ് വേണ്ടത്? അത് നിങ്ങളുടെ ഇഷ്ടമാണ്. രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യ്, നീ നടക്ക്, ഇവിടെ നിന്ന് നടന്നോ, എവിടെ നിൽക്കോ ഓടംബരം കഴി തന്നേക്കാം. അപ്പുറം ഇനി എന്തെങ്കിലും സന്തോഷം വരാനുണ്ടോ? രാജാവ് പറഞ്ഞു, നീ എവിടെ നിൽക്കോ അവിടം വരെ എഴുതി തന്നേക്കാം. ഇയാള് നടന്നിട്ട് കുറെ ദൂരം ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഒരുപാട് ദൂരമായി. ആ അത്യാഗ്രഹം കൂടി, ആർത്തി കൂടി, അയാൾ ഓടി. കാരണം നിന്ന അവിടം വരെ എഴുതി കൊടുക്കില്ലേ, ഇയാൾ നിന്നില്ല, ഓടി റബ്ബർ തോട്ടത്തിൽ ഇറങ്ങി, വാഴത്തോട്ടത്തിൽ കയറി, തെങ്ങും തോട്ടത്തിൽ ഇറങ്ങി, ഓടി ഇങ്ങനെ രാജാവും പരിവാരങ്ങളും ബാക്കിൽ നിന്ന് ഓടുക. കാരണം എന്താ? അവരാക്രാന്തം കൊണ്ട് ഓടുന്നത്, ഇവര് അളക്കാൻ വേണ്ടി ഓടുന്നവരാ. അങ്ങനെ ഓടി അവസാനം കൊട്ടാരത്തിന്റെ മറുഭാഗത്ത് വന്നു. അയാൾ വന്നവിടെ നിന്നു, കുഴഞ്ഞങ്ങ് വീണു, വായിലൂടെ നുരയും പതയും വന്നു, അവിടെ കിടന്നങ്ങ് ചത്തു. ഇയാൾ ഓടിയതല്ലേ. രാജാവിന്റെ അടുക്കൽ വന്ന് ബന്ധുക്കൾ പറഞ്ഞു, ഇനി എന്ത് ചെയ്യും രാജൻ? എന്ത് ചെയ്യാനാണ്? ബന്ധുക്കൾ പറഞ്ഞു, ഇവനെ കുഴിച്ചിടാൻ കുറച്ച് മണ്ണ് ഒടിക്കുക, അത്ര മതി, വേറൊന്നും വേണ്ട. അങ്ങനെ കുറച്ച് മണ്ണ് കൊടുത്തു. 6 അടി മണ്ണിനകത്ത് ഇവനെടുത്ത് കിടത്തി, മണ്ണിട്ട് മൂടി, അവരങ്ങ് പോയി. ഇത്രയല്ലേ ഉള്ളൂ മനുഷ്യൻ. കുറെ ഓടി സമ്പാദിച്ച് അവിടെ കൂടെ, തൃശ്ശൂർ കൂടെ, എറണാകുളത്തൂടെ ഓടി, ആലപ്പുഴ വഴി നേരെ മലപ്പുറത്ത് ചെന്ന് കോഴിക്കോട് വഴി ഇങ്ങനെ ഓടി വന്ന് ഉണ്ടാക്കി എല്ലാം കൊണ്ടുവന്ന് അവസാനം മരിക്കുമ്പോ ഇവൻ എന്ത് കൊണ്ടുപോകും? ഒന്നും കൊണ്ടുപോകൂല. അതുകൊണ്ട് ഉണ്ടാക്കുന്നത് തിന്നുക, സുഖിക്കുക, ഇബാദത്ത് ചെയ്യുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത്യാഗ്രഹമൊക്കെ മാറ്റി വെച്ചോളി. നമ്മൾ ഒന്നും കൊണ്ടുപോകൂല, അല്ലെങ്കിൽ തന്നെ ലോകമൊക്കെ അവസാനിക്കാറായി. ഇനിയിപ്പോ എന്താ ഉള്ളത്? വലിയ 5 6 അടയാളങ്ങൾ വരാറുണ്ട്, ബാക്കിയെല്ലാം വന്ന്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, 4ാമത്തെ പക്ഷി ഏതാണ്? നസ്റുന്നത് പരുന്താണ്. മറക്കല്ലേ, പരുന്തിന്റെ സ്വഭാവം എന്താ? ഉജുബുൻ നസ്രി,
പരുന്തിന്റെ ഉൾനാട്യമാണ്, പരുന്തിന്റെ ദംഭ, പരുന്തിന്റെ അഹംഭാവമാണ്. പരുന്തിനൊരു അഹംഭാവമുണ്ട്. പാറിപ്പറന്ന് പോകുമ്പോഴും പരുന്ത് ചിന്തിക്കുന്നത് എല്ലാം എന്റെ താഴെയെന്നാണ്, എല്ലാവരെക്കാളും മുകളിലാണ് താനെന്നാണ് പരുന്ത് ചിന്തിക്കുന്നത്. സഹോദരങ്ങളെ, 1.25 ലക്ഷത്തോളം വരുന്ന പുണ്യ പ്രവാചകന്മാരുടെ സമുദായത്തെ നശിപ്പിച്ചത് ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിലാണ്. അവര് പറഞ്ഞതെന്താണ്? അള്ളാഹുവിനെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഞങ്ങൾക്കറിയേണ്ടത് നിന്നെയോ അള്ളാഹ്ക്ക് കിട്ടിയുള്ളൂ പ്രവാചകനായിട്ട്. നിനക്ക് എന്തിരിക്കുന്നടാ ആട്ടിടയാ? ഞങ്ങളല്ലേ സമ്പന്നര്, ഞങ്ങളല്ലേ ആരോഗ്യമുള്ളവര്, നിന്നെയോ പടച്ചോന് കിട്ടിയത്. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ അംഗീകരിക്കൂല. എല്ലാവരും തന്റെ കീഴിൽ വേണമെന്ന് കൊതിച്ചതുകൊണ്ട് ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, വീട്ടിലെ മക്കള് ബഹളം വെച്ചപ്പോ വാപ്പ പിടിച്ചൊരടി കൊടുത്തു. അടി കിട്ടിയ പൊന്നുമോനെ കരഞ്ഞപ്പോൾ സങ്കടം വന്നു. മോനെ വിളിച്ചടുത്ത് നിർത്തിയിട്ട് ചോദിക്കുന്നു, പൊന്നുമോനെ, വാപ്പ പറഞ്ഞപ്പോ നീ കേൾക്കാത്തത് എന്താണ്? എത്ര സ്നേഹമാണത് വാപ്പാക്ക്. ഇതുപോലെ തന്നെ അള്ളാഹു ശപിച്ചു വിട്ടു, പോടാ ശൈത്താനെ, ഇന്നൊക്കെ റജീം എന്നും പറഞ്ഞ് ഇറക്കി വിട്ടു. പിന്നീട് ഒരു അവസരത്തിൽ ശൈത്താനെ വിളിച്ചിട്ട് അള്ളാഹു ചോദിച്ചു, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക. എടാ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞപ്പോ നീ സുജൂദ് ചെയ്യാത്തെന്താ? എത്ര സ്നേഹത്തോടെ അല്ലാഹു ചോദിക്കാൻ. ആ സമയത്ത് ശൈത്താൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ സമയത്ത് ശൈത്താൻ പറയുന്നു, അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വ ഖലഖതഹു മിൻ തീൻ. അവനെക്കാളും ഉത്തമനല്ലേ പടച്ചോനെ ഞാൻ? എന്നെ നീ പ്രകാശത്താൽ തീയിൽ പടച്ചു, അവനെ മണ്ണിൽ പടച്ചു. അപ്പൊ എന്നെക്കാളും താഴെയല്ലേ അവൻ? അപ്പോഴും അവന്റെ അഹങ്കാരത്തിന് കുറവില്ല. ഇതാണ് എല്ലാവരും എന്നെക്കാളും താഴെ വരുന്നവരെന്ന ചിന്ത. ഇല്ല പ്രിയപ്പെട്ടവരെ, രക്ഷയില്ല. എല്ലാവരും വന്ന് നല്ല വർത്തമാനം പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. 100 നാക്കാണ് സഹാബത്തിന്. എല്ലാവരും പറയുന്നു, നബിയേ, ഇന്നയാള് നല്ലവനാണ്, അവൻ നല്ല മനുഷ്യനാണ്, നല്ലവനാണ്, ഇത്ര നല്ലവനെ ഞങ്ങൾ കണ്ടിട്ടില്ല. എല്ലാവരും നല്ലത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരവസരത്തിൽ പറഞ്ഞു, എനിക്ക് അവനെ ഒന്ന് കാണിച്ചു തരുമോ? അങ്ങനെ ഒരു ദിവസം റസൂലും സഹാബത്തും മദീന തിരിക്കുമ്പോ ആ മനുഷ്യന് മദീനത്തോട്ട് കടന്നു വരികയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, നബിയേ, ഞങ്ങൾ പറഞ്ഞ ആളില്ല, വരുന്നവനാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ഇന്നി അറാ ഫീ വജ്ഹിഹി സുഫഅതൻ മിനശ് ശൈത്താൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സഹാബത്ത്, അവനിൽ ഞാൻ പൈശാചികത ദർശിക്കുകയാണ്, അവൻ പിശാചാണ്, പിശാചാണ്. ആ സമയത്ത് റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, നിങ്ങൾ എന്തായി പറയുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ റസൂലാണ്, സത്യമേ പറയാവോ? എല്ലാവരെക്കാളും മുകളിലാണ് നീ എന്ന ചിന്ത നിനക്കില്ലേ? അവൻ പറഞ്ഞു, ഉണ്ട് നബിയേ, എനിക്കങ്ങനെ ചിന്തയുണ്ട്. സഹോദരങ്ങളെ, എല്ലാവരും എന്റെ താഴെയാണ്. ആ ഒരു ചിന്ത നമുക്ക് വന്നാൽ രക്ഷയില്ല, രക്ഷയില്ല. അതുകൊണ്ട് ഇബ്രാഹിം നബി 64 പക്ഷികളൊന്ന് മൈലാട്, അതിന് അഹങ്കാരമാണ്, മാറ്റിക്കൊളെ. സഹോദരങ്ങളെ, 2ാമത് കോഴിയാണ്, സ്വഭാവം വികാരമാ, അതും മാറ്റണേ. 3ാമത് കാക്കയാണ്, അപ്യാഗ്രഹമാണ്. 4ാമത് പരുന്താണ്, അഹംഭാവമാണ്. ഈ 4 പക്ഷികളുടെ സ്വഭാവം അറുത്തു മുറിച്ചു മാറ്റിക്കളഞ്ഞ് പച്ചയായ മനുഷ്യനായി ജീവിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് പച്ച മനുഷ്യനായി നടക്കുമ്പോഴാണ് മൃഗീയതയും പൈശാചികതയും പക്ഷികളുടെ സ്വഭാവവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറുമ്പോഴാണ് മനുഷ്യനാകാൻ പറ്റുക.